guys, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I'm going to react on the intro scene from the movie Premalu, and this is a Malayalam language movie and इसका जो teaser and trailer था it was looking very interesting and बहुत ही comedy type का movie होगा and जितने भी गाने release हुए थे each and every song was wow guys. So let's check out the video for that. अगर आप लोग channel पे नए हैं then just subscribe कर लो, subscribe and keep supporting me and also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. Hello friends, if you ask me what's the most beautiful thing happened in my life, yes, it's my college life. My Tamil is not good. As you know, I'm a Malu guy. I look at Tamil the best boy. Amazing. என் நண்பர்களே, இங்க ரெண்டு விதமான கூட்டம் இருக்கு. ஒன்னு guys, நீங்க தான். என் true friends, well wishers and நல்லவங்க. இன்னொரு கூட்டம் இருக்கு. அவங்க இங்க இல்ல, எங்க போச்சு யாருக்காவது தெரியுமா? தண்ணி அடிக்க போச்சு. இந்த காலேஜ் மேல மரியாதை இல்லாம தண்ணி அடிச்சுக்கிட்டு வாந்தி எடுத்துக்கிட்டு சும்மா நோய்னு செலவே. அவங்கள பத்தி எல்லாம் பேசி இந்த பியூட்டிஃபுல்லான டே ஸ்பாயில் பண்ண எனக்கு விருப்பம் இல்லை. நான் இங்க வரும்போது சச்சின் ஓவரா பேசுறாங்க. പറ്റലാമാ എടാ ഒരു ചുമ്മായിരുന്നേ പറ്ററിയും കഴിഞ്ഞ് ഇതാ ഇരുന്നുണ്ടാവില്ലട്ടുമേ അവന്മാരെ എടുത്തിട്ടടിക്കും. അതുകൊണ്ട് നിദാനമായി കേട്ടിട്ട് Thank you for making me. അത് ശരി, അങ്ങനെ ഞാനും പോയി കരഞ്ഞ് പ്രസംഗിച്ചിട്ട് വരട്ടെ. നീ അവിടെ പിന്നല്ലാണ്ട് അതിനെല്ലാം അടിച്ചിട്ട് വന്നേക്കണം. ഇന്ന് കണ്ടിപ്പാ പിന്നെ പറയാന്ന് പറഞ്ഞിട്ട് കൊല്ലം നാലായി. ഇന്നതിലൊരു തീരുമാനം ഉണ്ടാക്കി തന്നെ ഇന്നേക്കൊരു പൊടി. എന്താ സെഷനെ കാണണം പറഞ്ഞു? അല്ല ഞാനും സഞ്ജും പുറത്തേക്ക് പോവാ. ഞാൻ ആരൊക്കെയോ പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ ഒരു ടോപ്പിക് ആവാറുണ്ടല്ലോ. അപ്പൊ യുകെക്ക് വന്ന കാര്യം പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാം. എന്താ സംഭവം? അത് സീക്രട്ട് ചേമ്പറിന്റെ താക്കോല് കിട്ടിയത്. അവരെ തുറക്കാൻ പോയിരിക്കും. നീ വരുന്നില്ലേ? ആളൊക്കൊന്നിപ്പോ പേടിപ്പിച്ചിട്ട്. ഇത് ഇവന്മാരല്ല ഇത് പറയേണ്ടത്. ഇതൊക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്ന മാനേജ്മെന്റിനാണ് ആദ്യം അടിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? അയ്യോ പോലെ, ഞാൻ പറയാവുന്ന കാര്യം പറഞ്ഞില്ല. എനിക്ക് അഞ്ജലിനെ ഇപ്പൊ മുതലല്ല, ഫസ്റ്റ് ഇയർ തൊട്ട് എനിക്ക് തന്നോടൊരു കാര്യം ഇപ്പോഴെങ്കിലും എനിക്ക് തന്നെ ഇഷ്ടമാണ്. സച്ചിൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, അത് അവര് നിർബന്ധിച്ചപ്പോ. അല്ലെങ്കിലും സച്ചിന് കുടിക്കാതെ എന്നോട് സംസാരിക്കാൻ ധൈര്യമില്ലല്ലോ. പണ്ടെപ്പോഴോ ഏത് ബാറിൽ പോയി അടിച്ച് ഫിറ്റായിട്ട് എന്നെ വിളിച്ചിട്ടില്ലേ? അയ്യോ, അത് മെക്കാനിക്കലില് ആഞ്ജനേനെ വിളിച്ചത് അഞ്ജലിക്ക് മാറി വന്ന. ഞാനും അവനും നല്ല കൂട്ടാ. എന്തേ? സച്ചിൻ ചോദിച്ചോണ്ട് ഞാനൊരു കാര്യം പറയാം. ഞാനും ജയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. ഞാൻ വിചാരിച്ചു സച്ചിനും അറിയാമായിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയില്ലേ? അല്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല സച്ചിനെ.
ഞാനെന്നാ ചേമ്പറിലോട്ട് പോകട്ടെ. ആ ശരി. इसका तो गया. എടാ നിനക്ക് 2 ഷഡ്ഡി മേടിച്ചുവിടാ. ഉള്ളത് മുഴുവൻ ഓട്ടയാണല്ലോ. നിങ്ങൾക്കൊന്ന് പതുക്കെ പറഞ്ഞത് ആൾക്കാരൊക്കെ നിൽക്കും. പഴയ സാധനം ഇട്ടുകൊണ്ട് നടത്തുന്നതിന് മാനക്കേടൊന്നുമില്ല. ഇതേടെ കല്യാണം അടുത്ത വർഷം വേണമെന്നാട്ടോ അവര് പറയണേ. കല്യാണോ? അപ്പൊ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയ. ഞാൻ സേലത്തുള്ളപ്പോ സ്ഥിരം അങ്ങേരെ കുറ്റം പറയാൻ വേണ്ടി വിളിയായിരുന്നല്ല. കോംപ്രമൈസ് ടോക്കിന് ഞാൻ അങ്ങേരെ വിളിക്കണം. അല്ല അവസാനം വിളിച്ചപ്പോ ഈ കല്യാണം അവൾക്ക് വേണ്ടെന്നുള്ള പറഞ്ഞു. എടാ ആ പെണ്ണ് പറയുന്നൊന്നും നീ വിശ്വസിക്കില്ല കേട്ടാ. അവര് ഇന്നടിയാണെങ്കിൽ നാളെ അടയും ചക്കരയാ. ഇപ്പതേ അവൻ പറഞ്ഞിട്ട് തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഓട്ടവും ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. നീ പോണ കാര്യം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ? ഞാനൊന്നും പറയാറില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അത് ശരി. ഇതുവരെ അമ്മ ഉണ്ടാവൃതം തീർന്നില്ലേ? ഇത് 1 വർഷം അടുത്തായാലും 5 kilometers in 45 minutes. എടാ ഈ UK-ല് വിവേകേട്ടന് പറ്റിയ വല്ലതും ഉണ്ടോടാ? അതെ, വിസയുടെ ആവശ്യത്തിന് കുറച്ച് പൈസ വേണമായിരുന്നു. എവിടെന്നെങ്കിലും കുറച്ച് പൈസ സെറ്റാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടായിരുന്നു. അല്ല, എനിക്ക് പോവായിരുന്നു. എൻ്റെ എവിടെ നടാ കാശ്? നിന്റെ അമ്മയുടെ സ്ഥലം വിൽക്കാൻ പറയട. ബാക്കിയുള്ള കാശ് ബാങ്കിലിടാം. എനിക്ക് തിന്നാനല്ല, മോളുടെ കല്യാണം വരെ എടുക്കാനാ. എടാ സജ്ജു, സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് എടുത്തോളാന്നും പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നാടാ നമ്മുടെ ബ്രോക്കർ തക്കുടു 2015. അപ്പൊ അത് വിൽക്കണ്ട, വില കൂടും എന്നൊക്കെ പറഞ്ഞ് മുടക്കിയതാരാ. എന്നിട്ട് വെള്ളപ്പൊക്കം വന്നു, സ്ഥലത്തിനോട്ട് വിലയുമില്ല. അതാർക്കോട്ട് വേണ്ടതാനും. എടാ ഈ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് ഞാനാണാടാ. അല്ല ഞാനാണ്. സ്ഥലം വിൽക്കണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. പക്ഷെ വേറൊരു കാര്യം ചോദിക്കാണ്ട് എനിക്ക്. അതെ, ഈ ചിട്ടി പിടിച്ച കാശിന് ആട്ടിൻകുട്ടിയെ വാങ്ങിച്ചിട്ട് അതിനെ തിന്നാൻ പാകത്തിന് കൊക്കാമ്പൂച്ചയുടെ മുമ്പിൽ ഇട്ട് കൊടുത്തത് ആരാ? അതെ ഞാനാണ്. നിർത്ത്. വേണ്ട, ഞാൻ വേറെ വഴി നോക്കിക്കോളാം. കൊള്ളടിച്ചിട്ടാണെങ്കിലും ഞാൻ നാട് വിട്ടോളാം. നീ ഇതെങ്ങോട്ട് പോണ്? ഞാൻ പുറത്തു പോണു. ബേക്കറിയിൽ 1 കിലോ കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാ കമ്പനി പടി കൊണ്ട് കൊടുത്തേ. ആ പച്ചക്കറി വാങ്ങാൻ പറ്റിയല്ല സജ്ജയ്. നല്ല മഴക്കോള്. ഞാനിങ്ങ് പോന്നു. നന്നായി. എന്നാ ഇന്നിനി ഉച്ചയ്ക്ക് എല്ലാവർക്കും പച്ചച്ചോറ് തിന്നാ. എന്ത്? എന്താണ്? നീയേ ആസിഫ് ഹോട്ടലിൽ 2 ഊണ് പറ. 2 പേർക്ക് മതി. എന്നാ കുറച്ച് വിഷം കൂടി മേടിച്ചോടാ, ചോറി കൂട്ടി തിന്നാ. 1 സെക്കൻഡ്. ഹലോ, സച്ചിൻ ആ അതെ. ഇത് എക്സ്പ്രോ കൊറിയർ വിളിക്കുന്നതാണ്. ഒരു കൊറിയർ ഉണ്ട്. എടാ എന്റെ കാണുന്നില്ലല്ലോ. നീ വെപ്രാളം കെട്ടാണ്ട് സമാധാനായിട്ട് നോക്ക്. ഇല്ലടാ. എടാ ഇതെന്തത്? നിന്റെ ഉണ്ടത്? ഇല്ല, എന്താണത്? കണ്ടീഷൻ മൂലം വിസ റിജക്ട് ചെയ്തിട്ടുണ്ടാണല്ലോ പറയണേ. अभी क्या करेगा? എടാ നീ ഡെസ്പാവല്ലേ? നമുക്കിനി 6 മാസം കഴിയുമ്പോൾ വീണ്ടും ചെയ്യാല. പിന്നെ നിനക്ക് മെയിൽ വരായിരുന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി.
ഹലോ. എടാ നീ എവിടെയാ? ഞാൻ ഇവിടെ പാർസൽ മേടിക്കാൻ വന്ന. എന്തേ? എടാ ചുണങ്ങമില്ലേ ഒരു വീട്ടില് ബർത്ത്ഡേ പാർട്ടിക്ക് കുറച്ച് ഐസ്ക്രീം കൊടുക്കാനുണ്ട്. നീ കടയിലോട്ട് വന്നേ. ആ എടാ സച്ചിനെ, നീയായിരുന്നാ? എടാ മല, ഇത് നിന്റെ വീടായിരുന്നാ? ആ, ഞാൻ ഈ ഐസ്ക്രീം തരാൻ വന്ന. ആ. നിങ്ങളപ്പോ സെമിത്തേരി മുക്കിന്ന് അറിയായിരുന്നു? എടാ അവിടെ നിന്ന് മാറിയിട്ട് ഒരു 2-3 ആണല്ലേ? ഓക്കെ, നടക്കട്ടെ എന്നാ. ഞാൻ എടാ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്, കഴിച്ചിട്ട് പോവാ. അല്ല കുഴപ്പമില്ലടാ. അല്ലല്ല അല്ലടാ, എനിക്ക് നീ വാ, കുഴപ്പമില്ല, വാ. എടാ വാടാ. എടാ എടാ നീ അവിടെ ഇരി, ഞാൻ വെച്ചിട്ടരാ. സച്ചിനെ, ഇതാ ചേച്ചി. കൊച്ചത് അവളുടെ ബർത്ത്ഡേ. എന്താടാ ഒന്നും കിട്ടി? ഒരു കാര്യം ചെയ്ത് നമുക്ക് മുകളിലോട്ടിരിക്കാം. ഞങ്ങൾ മുകളിലോട്ടിരിക്കുന്നു. അപ്പൊ സഞ്ജുവിന് കിട്ടി. ആ, അവന് കിട്ടി. എന്താ നിന്റെ പരിപാടി? ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു ഇൻടേക്കും കൂടി ഉണ്ട്. അതിലെങ്ങനെയെങ്കിലും ഒക്കെ കയറി പോണോടിക്കേ. നിനക്കൊക്കെ വല്ല കാര്യമുണ്ടോ തമിഴ്നാട്ടിൽ പോയി പഠിക്കേണ്ടത്? എന്റെ കോളേജിൽ വന്നാ പോരുന്ന. എടാ മാർക്ക് വേണ്ട ഇനി. തമിഴ്നാട്ടിൽ പോയതാണെങ്കിൽ വേറൊരു ട്രാജഡി. അല്ല, അവിടെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമായിരുന്നു, അഞ്ജലി. വൺ സൈഡ്. ആ, അവിടെ വേറൊരു തണ്ടി ഉണ്ടായിരുന്നു, ഒരു പോസിറ്റീവ് ഓണച്ച് നടക്കുന്ന ഒരുത്തൻ, ജെയിൻ. ആദ്യമൊക്കെ അവനെന്റെ കാര്യത്തിൽ ഭയങ്കര പ്രോത്സാഹനമായിരുന്നു, അവളോട് പോയി ഇഷ്ടം പറയാനൊക്കെ ആയിട്ട്. അവസാനം അവൻ അവളെ കൊണ്ടുപോയി. എടാ സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരമില്ല, ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കാറുണ്ട്. ആണല്ലേ? എന്താണെന്നിട്ട് നിന്റെ പരിപാടി എന്താണ് ഇപ്പോ? ഞാൻ എങ്ങനെയെങ്കിലേ ഗേറ്റ് എഴുതിയിട്ട് IIT റൂർക്കിയിൽ M.Tech ചെയ്യാനുള്ള ഒരു പരിപാടിയാ. റൂർക്കിയാ? അതെന്താ അവിടെ? അതൊന്നുമില്ല. നിനക്ക് വിഷമാവും. എനിക്കെന്ത് പണ്ടാരത്തിന് നീ റൂർക്കി പോണേനെ? എടാ എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെയാണ്. അവൾ ഭയങ്കര നിർബന്ധം അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്. ഓ, നീ വല്ലാണ്ട് വളർന്നമല്ലേ ഈസേ. ഞാനൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എവിടെ നിൽക്കുകയാണോ അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. കണ്ട, ഇതാ ഞാൻ പറഞ്ഞത്, നിനക്ക് വിഷമാവും. നീ വിട്ടത്. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പം UK പോകണില്ലെന്ന് ചോദിച്ചിട്ട് നാട്ടുകാരും തുടങ്ങും. എനിക്ക് എവിടേക്കെങ്കിലും ഒന്ന്, എടാ തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് മാറിക്കാൻ പുറത്തെന്തെങ്കിലും പരിപാടി നിന്റെ കെയർ ഓഫിൽ ഒപ്പിച്ചു തരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. മതി ദുരന്തം പറച്ചിൽ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇല്ലില്ല, എനിക്ക് പോകണം. എനിക്ക് നമ്മുടെ സ്കൂളിൽ പോകാനുണ്ട്. അവിടെ ഒരു 10-200 പപ്സ് കൊണ്ടിറക്കാനുണ്ട്. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ ഞാൻ. ശരിയടാ. നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വന്നിട്ടുണ്ടോ? എടാ ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീയല്ലേ പറഞ്ഞ് വൃത്തിയായിട്ട നാട്ടിൽ നിന്ന് മാറിക്കണമെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ റൂം ഷെയർ ചെയ്യാൻ ഒരാളുമോ. എടാ പക്ഷേ ഈ ഗേറ്റ് കോച്ചിങ് നീയേ നല്ലോണം ആലോചിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. ഇതെവിടെയാണ്? കൊച്ചിയിലാണ്? കൊച്ചിയിലാ? ഹൈദരാബാദാണ്. ഹൈദരാബാദാ? दोस्तों ये था प्रेमलू का इंट्रो सीन एंड यहाँ आपको सचिन का इंट्रो देखने को मिलेगा एंड उसका भी कॉलेज ख़त्म हो चुका है एंड आगे वो क्या करेगा उसको समझ में नहीं आ रहा है एंड UK के लिए तो उसका वीज़ा भी नहीं लग रहा है, उसके पास पैसा भी नहीं है, उसके फादर भी उसको पैसा नहीं दे रहे हैं एंड अभी उसको मिल चुका है एक दोस्त जो कि उसको हेल्प करेगा वहाँ से भगान, मतलब वहाँ से वो जाना चाहता है, अपने घर से वो दूर जाना चाहता है एंड वो जाएगा अभी हैदराबाद एंड वहाँ वो गेट का प्रिपरेशन करेगा एंड क्या कुछ होगा वो देखना बहुत ही ज़्यादा इंटरेस्टिंग होगा. इंट्रो वॉज वेरी वेरी एंटरटेनिंग एंड जिस तरह से वो
फर्स्ट ईयर से लेके फाइनल ईयर में जाकर प्रपोज करता है एंड फिर वो फेल हो जाता है उसमें. इट वॉज रियली वेरी फनी टाइप एंड कुछ कुछ सीन भी था जो कि फनी टाइप का लगेगा एंड एंटरटेनिंग भी था. सो लेट्स सी आई कहानी में क्या कुछ होता है. नहीं, आई होप यू लाइक वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल. फिर मुलाकात होगी और किस रिएक्शन वीडियो के साथ. तब तक बाय बाय.